നമസ്കാരം. ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളുണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നാഴികയ്ക്ക് 40 വട്ടം നമ്പർ 1 ആരോഗ്യമേഖല എന്ന് വാതോരാതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും. വാഴ്ത്തുപാട്ടുകൾക്കിടയിൽ പറയുന്ന വാക്കും നൽകുന്ന ഉറപ്പും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മന്ത്രിമാരൊന്ന് അന്വേഷിക്കുന്നത് നന്നാകും. അറിയാതിരുന്നതാണോ അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതാണോ? രണ്ടായാലും ഓർമ്മിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളുടെ അനാസ്ഥയും 2 മന്ത്രിമാരുടെ പാഴ്വാക്കുകളും ദുരിതം സമ്മാനിച്ചത് ആലപ്പുഴയിൽ പൂർണ്ണ വൈകല്യത്തോടു കൂടി ജനിച്ചു വീണ ഒരു പിഞ്ചു കുഞ്ഞിനാണ്. ആ കുഞ്ഞിന്റെ കുടുംബത്തിനാണ്. ഈ സിസ്റ്റം ഇനി എന്ന് ശരിയാവാനാണ്? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും ഈ വാർത്തയൊന്ന് കേൾക്കണം. അവർക്ക് മുൻപിൽ നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കണം. വിശദമായി നമുക്ക് ആ വാർത്തയിലേക്ക് വരേണ്ടതുണ്ട്. 9 മണി വാർത്തയിൽ. അതിനു മുൻപ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വേഗത്തിലൊന്ന് നോക്കാം. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം തകരാറിനൊരു ഉദാഹരണം കൂടി ന്യൂസ് 18 പുറത്തുവിടുന്നു. ആലപ്പുഴയിൽ ഡോക്ടർമാരുടെ പിഴവ് മൂലം പൂർണ്ണ അംഗവൈകല്യമുണ്ടായ കുഞ്ഞിനെ കൈയൊഴിഞ്ഞ് സർക്കാർ. മന്ത്രിമാരുടെ ഉറപ്പ് വാക്കിലും ഫയലിലും ഒതുങ്ങി. ആഴ്ചതോറും കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന്. കുഞ്ഞിന്റെ അച്ഛൻ ഇനി ആരോട് പരാതി പറയും? ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കിയിലും വയനാട്ടിലും വ്യാപക നാശനഷ്ടങ്ങൾ. താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കർണാടക വനത്തിൽ ഉരുൾപൊട്ടി എന്ന സംശയത്തിൽ ആറളം ഫാമിലെ 30 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. ബാവലിപ്പുഴയിലും കക്കുവപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. വയനാട്ടിൽ തലപ്പുഴ കരകവിഞ്ഞു. കോഴിക്കോട് വിലങ്ങാടും കുറ്റ്യാടിയിലും കാറ്റിൽ വ്യാപക നാശനഷ്ടം. RSS നേതൃത്വത്തിലുള്ള ജ്ഞാനസഭയ്ക്ക് ഇന്ന് തുടക്കമാകും. മോഹൻ ഭാഗവത് മുഖ്യപ്രഭാഷണം നടത്തും. ഗവർണർ രാജേന്ദ്ര അർലേക്കറും പങ്കെടുക്കും. VC-മാർ പങ്കെടുക്കുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി CPM നേതൃത്വം. സർക്കാരുമായി ഏറ്റുമുട്ടലുണ്ടായാൽ ഗവർണർ മുട്ടുമടക്കേണ്ട കാര്യമില്ലെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. ഭരണഘടനാപരമായി ഒരു പടി മുകളിൽ ഗവർണർ. PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. വികസിത കേരളം നിലപാടിൽ BJP-യിൽ ഭിന്നതയില്ലെന്ന C സദാനന്ദൻ MP ന്യൂസ് 18നോട്. വികസനവും രാഷ്ട്രീയവും രണ്ടല്ല. കർഷകരടക്കമുള്ള ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. മലയാളി യുവാക്കളുടെ വിദേശ കുടിയേറ്റം ഗൗരവമായി കാണണം. യുവാക്കൾ നാടുവിടാൻ കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിശ്വാസക്കുറവെന്നും C സദാനന്ദൻ. ന്യൂസ് 18 Q18. ഫോൺ വിവാദത്തിൽ കുടുങ്ങി രാജിവെച്ച പാലോട് രവിക്ക് പകരം തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആരാകും? ചർച്ചകൾ തുടങ്ങി. താൽക്കാലിക ചുമതല നൽകാൻ സാധ്യത. M വിൻസെന്റിനോട് VS ശിവകുമാറിനോ സാധ്യത. ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് KPCC പുനഃസംഘടനയിൽ തന്നെ വെട്ടാനുള്ള നീക്കമെന്ന് പാലോട് രവി. ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. രാജ്യത്തിന്റെ സൈനിക ശേഷിയും പരമാധികാരം സംരക്ഷിക്കാനുള്ള നടപടികളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക ലക്ഷ്യമെന്ന് NCERT. ശുഭാംശു ശുക്ല ബഹിരാകാശ യാത്ര നടത്തിയ ആക്സിയം 4 ചന്ദ്രയാൻ ദൌത്യങ്ങളും പാഠ്യപദ്ധതിയുടെ ഭാഗമാകും. പാഠ്യപദ്ധതിയുടെ 2 മൊഡ്യൂളുകൾ വികസിപ്പിക്കുകയാണെന്നും NCERT. ആംബുലൻസിനുള്ളിൽ 26 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയായതിനെ തുടർന്ന് ബീഹാറിൽ രാഷ്ട്രീയ തർക്കം രൂക്ഷം. നിതീഷ് കുമാർ നയിക്കുന്ന NDA സർക്കാരിനെതിരെ കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ. കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാരിന് പിന്തുണയ്ക്കുന്നതിൽ ദുഃഖിക്കുന്നുവെന്നും ചിരാഗ്. ഗാസയ്ക്ക് മേലുള്ള ഉപരോധം അയച്ച് ഇസ്രയേൽ. ജനസാന്ദ്രതയേറിയ മേഖലകളിൽ ഭക്ഷണ സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യും. മാനുഷിക ഇടനാഴി തുറക്കുമെന്നും ഇസ്രയേലി സേന. നീക്കം ഗാസയിൽ പട്ടിണി മരണങ്ങൾ ഏറുന്നതിൽ രാജ്യാന്തര വിമർശനം ശക്തമായ പശ്ചാത്തലത്തിൽ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കൊടുംവീഴ്ചയുടെ വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. ആലപ്പുഴയിൽ ഗർഭകാല നിരോധന
രോഗനിർണയത്തിലെ പിഴവ് മൂലം പൂർണ്ണ അംഗവൈകല്യത്തോടെ ജനിച്ച കുട്ടിയുടെ ചികിത്സയിൽ കുടുംബത്തെ കൈയൊഴിഞ്ഞ ആരോഗ്യവകുപ്പ്. സൗജന്യ ചികിത്സ ഉറപ്പു പറയുമ്പോഴും ആഴ്ചകൾ തോറും ആയിരക്കണക്കിന് രൂപയുടെ മരുന്നാണ് ഡ്രൈവിംഗ് തൊഴിലാളിയായ അനീഷിന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്. ആരോഗ്യമന്ത്രി കുട്ടിക്ക് സൗജന്യ ചികിത്സ നേരത്തെ വാഗ്ദാനം ചെയ്തത് കൂടാതെ ജനുവരിയിൽ ജില്ലയിൽ നടന്ന അദാലത്തിൽ മന്ത്രി സജി ചെറിയാൻ രേഖാമൂലവും സൗജന്യ ചികിത്സയ്ക്ക് ഉത്തരവിട്ടിരുന്നു. നവംബർ 8 ആലപ്പുഴ സക്രിയ ബസാർ സ്വദേശികളായ അനീഷ് സുറുമി ദമ്പതികൾക്ക് അപൂർവ വൈകല്യങ്ങളോടെ കുഞ്ഞു ജനിച്ചതിൽ അതേ മാസം 26 ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ഗർഭകാല സ്കാനിംഗിലെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നാലെ വനിതാ ശിശു ആശുപത്രിയിലെ ഗർഭകാല രോഗനിർണയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും സൗജന്യ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വാക്കാലുള്ള പ്രഖ്യാപനത്തിനപ്പുറം രേഖാമൂലം കുടുംബത്തിന് യാതൊരു അറിയിപ്പും ലഭിച്ചില്ല. തുടർന്നുള്ള ചികിത്സക്കായി ഡ്രൈവിംഗ് തൊഴിലാളി കൂടിയായ അനീഷ് വഴിമുട്ടിയതോടെ വയ്യാത്ത കുഞ്ഞിനെയും എടുത്ത് അമ്മ സുറുമി കഴിഞ്ഞ ജനുവരി 4 സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിലെത്തി. ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതിന് വിരുദ്ധമായി മരുന്നുകൾ ലഭ്യമാകുന്നില്ലെന്ന് മനസ്സിലാക്കി സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ആലപ്പുഴ DMOയ്ക്ക് അദാലത്തിൽ പങ്കെടുത്ത മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകി. എന്നിട്ടും അനീഷിനും കുടുംബത്തിനും ആരോഗ്യവകുപ്പും സർക്കാരും താങ്ങായോ? അനീഷ് തന്നെ വ്യക്തമാക്കട്ടെ. സർക്കാർ സംവിധാനത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് എൻ്റെ കുഞ്ഞിന് നാളിതുവരെ കൊടുത്തത്? ഈ കുഞ്ഞിന്റെ ഇത്രയും പ്രശ്നമായിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? കുഞ്ഞിന് 8 മാസം കഴിഞ്ഞ് ഈ 8 മാസം കൊണ്ട് ഞങ്ങളുടെ കുടുംബ ജീവിതം, ഞങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. ഈ കാണുന്നത് കുഞ്ഞിനായി അനീഷ് 3 ദിവസം കൂടുമ്പോൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും സ്വന്തം പണം ചെലവാക്കി വാങ്ങുന്ന മരുന്നുകളുടെ ബില്ലുകളാണ്. മൂക്കിലൂടെയാണ് കുട്ടിക്കുള്ള ഭക്ഷണം നൽകുന്നത്. ഡെക്സോലാക്, നെസ്റ്റോറൈസ് പൗഡറുകൾക്ക് ഒറ്റത്തവണ വേണ്ടത് 720 രൂപ. പൗഡറുകൾ 3 ദിവസം മാത്രമാണ് ഉപയോഗിക്കാനാവുക. ഇതുകൂടാതെ ഒരു മാസത്തെ മരുന്നിന് 710 രൂപ വേറെ കണ്ടെത്തണം. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മൂലം ജോലിക്ക് പോലും പോകാനാകാതെ ബുദ്ധിമുട്ടുന്ന അനീഷ് ആകെ തളർന്ന അവസ്ഥയിലാണ്. മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 24 അവേഴ്സിൽ 2 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് ഫീഡ് കൊടുക്കണം. 400 ഗ്രാം പൗഡറിൻ്റെ വില 500 രൂപയാണ്. സൂപ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ കാര്യം പറഞ്ഞു, സാറേ ഇന്ന കണക്ക് കുഞ്ഞിൻ്റെ മരുന്ന് പകുതിയോളം എനിക്ക് കിട്ടിയിട്ടില്ല. അത് സൂപ്രണ്ട് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല, കുഞ്ഞിന് മിൽമ പാല് മേടിച്ചു കൊടുക്കാനാണ് സൂപ്രണ്ട് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞത്. സുറുമിക്ക് ഗർഭകാല ചികിത്സ നൽകിയ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരായ പുഷ്പ, ഷേർലി എന്നിവർക്കും സ്വകാര്യ ലാബായ ശങ്കേഴ്സ്, മിഡാസ് എന്നിവിടങ്ങളിലെ റേഡിയോളജിസ്റ്റുകൾക്കും പിഴവ് സംഭവിച്ചതായി മാർച്ച് 25 അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി റീന ഷംസുദ്ദീൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നിട്ടും ആരോഗ്യവകുപ്പ് കുറ്റക്കാർക്കെതിരെ ഇതുവരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇതും കുടുംബത്തെ അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തുകയാണ്. ആലപ്പുഴ DYSP മധു ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പോലീസും തുടർ നടപടികൾ സ്വീകരിക്കാതെ തങ്ങളെ കൈയൊഴിയുകയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. നമുക്ക് ഈ വാർത്ത വിശദമായി പരിശോധിക്കണം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ തന്നെ ചേരും കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ഈ അനീഷിന്റെ കുടുംബത്തെ ചേർത്തു പിടിക്കാമെന്ന് പറഞ്ഞത്, ഈ കുഞ്ഞിന് സൗജന്യ ചികിത്സ നൽകാമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ മന്ത്രിമാരാണ്. 1 അല്ല 2 മന്ത്രിമാർ, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി, ഒപ്പം മന്ത്രി സജി ചെറിയാനും. ആ ചേർത്ത് പിടിക്കൽ ഉണ്ടായോ? താങ്ങിയോ ഈ കുടുംബത്തെ ഈ മന്ത്രിമാർ? കുഞ്ഞിന് സൗജന്യ ചികിത്സ ലഭിച്ചു? സൗജന്യ ചികിത്സ എന്ന മന്ത്രിമാരുടെ ഉറപ്പ് അത് എവിടെ എത്തി എന്നാണ് നമുക്ക് അറിയേണ്ടത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. പൂർണ്ണ
അംഗവൈകല്യത്തോടുകൂടി ജനിച്ച കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. ഒപ്പം മന്ത്രി സജി ചെറിയാനാണ്. ജനുവരിയിൽ നടന്ന അദാലത്തിലാണ് മന്ത്രി സജി ചെറിയാൻ ഈ കുഞ്ഞിന് സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകിയത്. ആ ഉറപ്പ് എത്രമാത്രം പാലിക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശരണ്യ സഹജൻ വിവരങ്ങളുമായി ചേർന്നു. ശരണ്യ, അനീഷിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കും, ഞങ്ങളുണ്ട് എന്ന് ഉറപ്പ് നൽകിയത് കേരളത്തിലെ മന്ത്രിമാരാണ്. ആരോഗ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനുമാണ്. ആ ഉറപ്പ് പാലിച്ചു. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് ഇത് എന്നുള്ളതാണ്. ഡ്രൈവിംഗ് തൊഴിലാളിയാണ് നമ്മൾ നേരത്തെ കണ്ട അനീഷ് സുറുമി ദമ്പതികൾക്ക് മൂന്നാമതായി ഉണ്ടായ കുഞ്ഞിനാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലാണ് സുറുമിയുടെ ഗർഭകാല ചികിത്സ നടന്നിരുന്നത്. ഈ ഘട്ടത്തിലൊക്കെ തന്നെയും കുട്ടിയുടെ അമ്മയ്ക്ക് ഓരോ ഇടവേളകളിലും ഉണ്ടാകേണ്ട സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട്. ഈ ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം, അതായത് നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ ഷേർലി, ഡോക്ടർ പുഷ്പ, ഇവർ രണ്ടുപേരുമാണ് സുറുമിക്ക് വേണ്ട ചികിത്സകൾ നൽകിയിരുന്നത്. തുടർന്ന് ഇവരുടെ നിർദ്ദേശാനുസരണം പുറത്തെ സ്വകാര്യ ലാബുകളിൽ 2 ലാബുകൾ, അതായത് ശങ്കേഴ്സ്, ബിഡാസ് എന്നീ ലാബുകളിൽ സുറുമിയുടെ ഗർഭകാലത്തെ പരിശോധന, അതായത് കുട്ടിയുടെ വളർച്ചയെ സംബന്ധിച്ചൊക്കെയുള്ള ഗർഭകാല സ്കാനിങ്ങുകൾ നടന്നു. എന്നാൽ ഈ സ്കാനിങ്ങുകളിൽ ഒന്നും തന്നെ കുട്ടിക്ക് വൈകല്യമുണ്ട് എന്നുള്ളത്, അതായത് പ്രത്യക്ഷത്തിൽ തന്നെ വൈകല്യമുള്ള കുഞ്ഞാണ്. കുട്ടിക്ക് വായിലൂടെ ഭക്ഷണം കഴിക്കാനോ, വായിക്ക് പ്രശ്നമുണ്ട്, വായിലൂടെ ഭക്ഷണം കഴിക്കാൻ ഒന്നും കഴിയില്ല. കണ്ണുകൾ തന്നെ തുറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, കാരണം കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞ അവസ്ഥയിലാണ്. ഒപ്പം തന്നെ കാലിന്റെ പത്തി പ്രശ്നമുണ്ട്, ഹൃദയത്തിന് പ്രശ്നമുണ്ട്, അങ്ങനെ തലച്ചോറിന് വളർച്ചക്കുറവുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടിയുടെ ഗർഭകാലയളവിൽ ഉണ്ടായിട്ട് പോലും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്കാനിംഗ് നടത്തിയ റേഡിയോളജിസ്റ്റുകൾക്കോ ഇത് പരിശോധിച്ച ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർക്കോ ഒരു ഘട്ടത്തിലും ഈ പ്രകടമായ പ്രശ്നങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ വാർത്തയുടെ തുടക്കം. അതായത് ഈ കുട്ടിയെ തുടർന്ന് നവംബറിൽ കുഞ്ഞ് അവസാന നിമിഷം, അതായത് WNCയിൽ നിന്നും അവസാന നിമിഷം കുട്ടിയെ സുറുമിയെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പിറക്കുകയും ചെയ്യുന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ആദ്യ പരിശോധനയിൽ തന്നെ കുട്ടിക്ക് പ്രശ്നമുണ്ട് എന്നവർ കണ്ടെത്തുകയും കുടുംബത്തെ അറിയിക്കുകയുമായിരുന്നു. പിന്നീട് കുട്ടി ജനിച്ച ദിവസങ്ങളോളം ഇവരെ രക്ഷകർത്താക്കളെ കാണിക്കാതെ തന്നെ അകത്ത് വെച്ചു. ഈ കുട്ടിയുടെ സാഹചര്യം കണ്ടതോടുകൂടി തന്നെ ഈ കുടുംബം തകർന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ഈ കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നേടുകയും വളരെ ക്വാളിഫൈഡ് ആയിട്ട് ഡോക്ടർമാർ നോക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഇത് കണ്ടെത്താനായില്ല, സ്കാനിംഗ് നടത്തിയ റേഡിയോളജിസ്റ്റുകൾക്കും ഇത് കണ്ടെത്താനായില്ല എന്നുള്ളതൊരു വലിയ ചോദ്യമായി ഉയർന്നു. ഗർഭകാലത്തെ ചികിത്സാ പിഴവായിരുന്നു ഇതിന്റെ പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഈ സംഭവം പോലീസിൽ കേസെടുക്കുകയും വലിയ വിവാദമാവുകയും ചെയ്തതോടുകൂടിയാണ് ആരോഗ്യമന്ത്രി ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ ആലപ്പുഴയിലേക്ക് അയക്കുന്നത്. ഡോക്ടർ മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴയിലെത്തി. തുടക്കഘട്ടത്തിൽ തന്നെ ലാബിന് വീഴ്ച വന്നു എന്നുള്ളത് അവർ കണ്ടെത്തി. ഈ ലാബുകൾ രണ്ടും അടച്ചുപൂട്ടുമെന്ന് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായി. അതിനുശേഷം ഈ കുട്ടിയുടെ ചികിത്സ സംബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുമെന്ന് ആദ്യ പ്രഖ്യാപനം വീണ ജോർജിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായി, ഈ ലാബ് അടച്ചുപൂട്ടും എന്നൊക്കെ പറയുമ്പോഴും കുറ്റക്കാരെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ പോലും മറ്റു നടപടികളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായില്ല. ഈ ലാബുകളെല്ലാം തന്നെ പുതിയ പേരുകളിൽ പുതിയ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് അനീഷിന്റെ കുടുംബം നേരിട്ടത് സമാനതകളില്ലാത്ത ദുരിതമാണ് എന്നുള്ളതാണ്. കുഞ്ഞിന് മൂക്കിലൂടെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും കുട്ടി അത് വലിച്ച് പുറത്തേക്ക് എടുക്കാവുന്ന സാഹചര്യമാണ്. സുറുമി പ്രസവം കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് വരെ ആ കുട്ടിയോടൊപ്പം ഉറങ്ങാൻ പോലും കഴിയാതെ വിവിധ ആശുപത്രികളിലായി കയറി ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ ലഭ്യമാകുന്നതിനിടയിൽ കുട്ടിക്ക് ഗുരുതരാവസ്ഥയായി. പിന്നീട് തിരുവനന്തപുരത്ത് സർക്കാർ ചികിത്സ അവിടെ സർക്കാരിന്റെ അണ്ടറിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് SITയിലേക്ക് കൊണ്ടുപോയി. ഈ ഘട്ടത്തിലൊക്കെ തന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ ഇവര് ബന്ധുക്കളെ ഏൽപ്പിച്ച്, 2 പെൺകുട്ടികളാണുള്ളത്, ഈ 2 ചെറിയ കുഞ്ഞുങ്ങളെ ബന്ധുക്കളെ ഏൽപ്പിച്ച് ഈ രക്ഷകർത്താക്കൾ SITയിൽ പോയി തിരുവനന്തപുരത്ത് നിൽക്കേണ്ട ഘട്ടത്തിലാണ്. അപ്പോഴൊന്നും തന്നെ ഈ അനീഷ് തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പിന്നീട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടേക്ക് വന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ഇപ്പൊ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ JSSK അടക്കമുള്ള പദ്ധതികൾ വന്ന പാളിച്ച പോലെ തന്നെ ഇവിടെയും
കുട്ടിക്ക് മരുന്ന് നൽകാനായി ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കുട്ടിയെ ഒരു റൊട്ടീൻ ചെക്കപ്പിന് വിധേയരാക്കി വിടുന്നതിനപ്പുറത്തേക്ക് വിദഗ്ധമായ ചികിത്സയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മരുന്ന് ഭക്ഷണം ഈ കുട്ടിക്ക് പീഡിയാട്രീഷ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 740 രൂപയോളം വില വരുന്ന ആ പൗഡർ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് പീഡിയാട്രീഷ്യൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല മറ്റു മരുന്നുകളും ആവശ്യമായി വരുന്നു. കുട്ടിക്ക് ട്യൂബ് മാത്രം മെഡിക്കൽ കോളേജ് നൽകുന്നു. കഴിഞ്ഞ ദിവസം നൽകി ചെന്നപ്പോഴും 180 രൂപയുടെ മരുന്ന് മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയത്. ബാക്കി 700ഓളം രൂപയുടെ മരുന്ന് ഇവർ പുറത്തുനിന്ന് വാങ്ങേണ്ടതാണ്. ആ ബില്ലുകളടക്കം നിരത്തിയാണ് അനീഷ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. തീർച്ചയായും അനീഷ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഞാൻ അനീഷിലോട്ടൊന്ന് പോവുകയാണ്, അതിനുശേഷം ശരണ്യയിലോട്ട് വരാം. എന്താണ് ആ കുടുംബം നേരിടുന്ന വലിയ ബുദ്ധിമുട്ടെന്ന് മന്ത്രിമാർ പറഞ്ഞ ഉറപ്പ് പാഴായോ അല്ലെങ്കിൽ പാലിച്ചോ എന്നൊക്കെ നമുക്ക് ആ അച്ഛനിൽ നിന്ന് തന്നെ അറിയാം. കാരണം ആ അച്ഛനാണ് ആ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത്. അനീഷ് നമുക്കൊപ്പം ചേരുന്നു, ആ കുഞ്ഞിന്റെ അച്ഛനാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. എനിക്ക് മനസ്സിലാകും, ഞാൻ ഈ വാർത്ത കേട്ടതാണ്, വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട്. അത് അനീഷ് തന്നെ പറയണം, തുറന്നു പറഞ്ഞുകൊള്ളൂ. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അനീഷ് ഇപ്പോൾ നേരിടുന്നത്? ഗുഡ് മോർണിംഗ് മാഡം. ബുദ്ധിമുട്ട് ആരോഗ്യമന്ത്രിയും സജി ചെറിയാൻ മന്ത്രിയും കുഞ്ഞിന്റെ കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിയിൽ കുഞ്ഞിന്റെ ചികിത്സ ഉറപ്പാക്കി എന്ന് പറഞ്ഞു. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ DMOക്കാണ് അതിന്റെ ചുമതല കൊടുത്തിരുന്നത്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ DMOയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പിന്നെ ചീഫ് ഡോക്ടർമാരും എല്ലാവർക്കും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് നിയമപരമായിട്ട് യാതൊരുവിധ അറിയിപ്പും ഉണ്ടായിട്ടില്ല. ഈ കുഞ്ഞ് ജനിച്ചത് നവംബർ 8-ാം തീയതിയാണ്. ഈ നവംബർ 8-ാം തീയതി തൊട്ട് എന്റെ ജീവിതം താറുമാറായിരിക്കുകയാണ്. 4 ഡോക്ടർമാര് ആലപ്പുഴ WMC ആശുപത്രിയിലെയും ആലപ്പുഴ മിഡാസ് ശങ്കേഴ്സ് എന്ന് പറയുന്ന ലാബിലെയും റേഡിയോളജിസ്റ്റുമാരായ ഡോക്ടർമാരുടെയും തീർത്തും അവരുടെ ജോലിയിൽ കാണിച്ച മോശത്തരത്തിൻ്റെതാണ് ഞാനും എന്റെ കുടുംബവും ഇന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 8-9 മാസമായി ഞാൻ ജോലിക്ക് പോയിട്ട്. എനിക്ക് വേറെ 2 കുട്ടികളുണ്ട്. ഈ കുട്ടികളുമായിട്ട് ഞാൻ തേരാപ്പാര. ഓരോ പെൺകുട്ടികളാണ് എന്റെ. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും ഞാൻ മറ്റൊരു വീട്ടിൽ ആക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യത്തിന് പോകുന്നത്. കാര്യം നമ്മുടെ സുരക്ഷിതത അത്രയാണല്ലോ സുരക്ഷിതത്വം. പിന്നെ രണ്ടാമത്തത്, തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് SITയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 79 ദിവസം അവിടെ ഞാനും എന്റെ കുടുംബവും നരകിച്ചു കിടന്നു. ആ നരകയാതനയുടെ ഭാഗമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും ആലപ്പുഴയിൽ കിടന്ന് നരകിച്ച്. എന്റെ വൈഫിന് അവിടെ വെച്ച് പിന്നെ ഇതായി ICUയിൽ ഇരുന്ന് അവൾക്ക് ഡിപ്രഷനായി. അങ്ങനെ ലാസ്റ്റ് അവളെ അവിടുത്തെ ആശുപത്രിയിൽ കാണിക്കേണ്ട സാഹചര്യമായി. അവിടെ കാണിച്ചപ്പോഴത്തേക്ക് അവിടെ കിടക്കാൻ പോലും ബെഡില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പറഞ്ഞ് ആലപ്പുഴയിലേക്ക് നിങ്ങൾ ഒന്നിലെ എന്റെ കുഞ്ഞിനെ സർക്കാർ ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ ആളെ തരിക, ഇല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് മാറ്റുക. അങ്ങനെയാണ് ഞങ്ങൾ ഏപ്രിൽ 3-ന് ആലപ്പുഴ വന്നത്. ജനുവരി 17-ാം തീയതി SIT ആശുപത്രിയിൽ പോയിട്ട് ഏപ്രിൽ 3-നാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അത് അവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് സൗജന്യമാണെന്ന് ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. സജി ചെറിയാൻ മന്ത്രി കരുതലും കൈത്താങ്ങിലും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം എന്റെ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു രാത്രി 12 മണിക്കാണ് അവിടുന്ന് മരുന്നിന് എഴുതി തരുന്നത്. പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കണം. കാരുണ്യ, മാതൃസ്പർശം, പിന്നെ അമ്മയും കുഞ്ഞും പദ്ധതി, ഇവിടെ എല്ലായിടത്തും തേരാപ്പാര നടന്ന 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ രാത്രി 2 മണിക്ക് നടന്നിട്ടാണ് ഓരോ സ്ഥലത്ത് ഈ മരുന്നിന് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മരുന്നില്ല. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ബില്ലുകൾ. SITയിൽ അവിടുത്തെ ഡോക്ടർമാർ എനിക്ക് മരുന്നിനെ കുറിച്ച് തന്നിട്ട് ആ മരുന്നിന്റെ ചീട്ടുമായിട്ട് ഞാൻ ഓരോ മെഡിക്കൽ സ്റ്റോറിൽ, അതായത് SITക്ക് അകത്തുള്ള മാതൃസ്പർശം, SITക്ക് അകത്തുള്ള കാരുണ്യ, SITക്ക് അകത്തുള്ള വേറെ 2 മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. ഇവിടെ 2 കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് പുറത്തുനിന്ന് അവിടെ 2 നോ സ്റ്റോക്ക് 4 സീല് വെച്ച് തരും. ഈ 4 സീല് വെച്ചിട്ട് വേണം ഞാൻ അത് പുറത്തുനിന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. അനീഷ്, ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ്. അനീഷ് ഇപ്പോൾ വ്യക്തമായി പറയുകയുണ്ടായി, 2 മന്ത്രിമാർ അനീഷിന് ഉറപ്പ് നൽകി, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും ഒപ്പം മന്ത്രി സജി ചെറിയാനുമെന്ന്. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല. താൻ ഇത്രമാത്രം വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നേരിടുകയാണ് മാഡം സാർ എന്ന് അറിയിച്ചിരുന്നോ നമ്മുടെ മന്ത്രിമാരെ ഇതിനു ശേഷം? ആരോഗ്യമന്ത്രി അറിയിച്ചത്, ആരോഗ്യമന്ത്രി എനിക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റത്തില്ല. പിന്നെ സജി ചെറിയ മന്ത്രി അറിയിച്ചത് എനിക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റത്തില്ല. അവർ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ഈ ആലപ്പുഴ ഡിസ്ട്രിക്ട് DMO, ആലപ്പുഴ ജില്ലാ ആശുപത്രിയിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, ഈ സൂപ്രണ്ടുമാരല്ലേ, അവരല്ലേ എനിക്ക് അതിന്റെ മറുപടി തരേണ്ടത്. ആരോഗ്യമന്ത്രി എന്നോട് വന്ന് പറയത്തില്ലല്ലോ. ഞാൻ വിളിച്ചു ചോദിക്കും എന്തായി. ആരോഗ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. ആരോഗ്യമന്ത്രി ഒന്നും ഇടപെട്ടിട്ടില്ല. ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. 8 മാസം
കുഞ്ഞ് ജനിച്ച് നവംബർ 8-ാം തീയതി കുഞ്ഞ് ജനിച്ചിട്ട് നാളിതുവരെ ഈ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് യാതൊരുവിധ നടപടി എടുത്തിട്ടില്ലെന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സാധാരണക്കാരനായ ഒരു ജനത്തിന് ഒരു വിലയില്ല ഇവിടെ. എന്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നാളെ ആലപ്പുഴ കളക്ടറേറ്റിൽ കൊണ്ടുപോയി കളക്ടറിന് കൊടുക്കാൻ കൊച്ചിനെ, അല്ലാതെ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ആലപ്പുഴ DMOക്ക് കൊണ്ട് കൊടുക്കാൻ കൊച്ചിനെ നോക്കട്ടെ. എന്റെ അനാസ്ഥ ആശുപത്രി അധികൃതരെയും പിന്നെ ലാബിന്റെയും അനാസ്ഥ മൂലം കുഞ്ഞിന് ഇത്രയും വൈകല്യം, കുഞ്ഞിന്റെ വൈകല്യങ്ങൾ ഇന്ന് വരെ ട്രീറ്റ്മെന്റ് ആയിട്ട് എടുത്തിട്ടില്ലല്ലോ. കുഞ്ഞിന്റെ തലച്ചോറിന് വളർച്ചയില്ല, കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നമുണ്ട്, കുഞ്ഞിന് ജനനേന്ദ്രിയത്തിന് പ്രശ്നമുണ്ട്, കുഞ്ഞിന് കാലിന് പ്രശ്നമുണ്ട്, കുഞ്ഞിന് ശ്വാസകോശത്തിന് പ്രശ്നമുണ്ട്. കുഞ്ഞ് ജനിച്ച് ഇന്ന് വരെ മുലപ്പാൽ കുടിച്ചിട്ടില്ല. ആ മുലപ്പാല് ട്യൂബിലൂടെയാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ട്യൂബിലൂടെ മരുന്ന് കൊടുക്കാനായിട്ട് ഒരു മാസം 3 പാക്കറ്റ് പൗഡർ വേണം. ഡെക്സോലാക്കി നെസ്റ്റോ എന്ന് പറയുന്ന 2 പൗഡറാണ് കുഞ്ഞിന് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ആലപ്പുഴയിലെ സൂപ്രണ്ട് പറയാം മിൽമാപ്പാല് മേടിച്ചു കൊടുക്കാൻ എന്റെ കുഞ്ഞിന്. ആലപ്പുഴയിലെ സൂപ്രണ്ടിന്റെ കുഞ്ഞിന് കൊടുത്തിരുന്നത് മിൽമാപ്പാലാണ്. അതുകൊണ്ട് അനീഷ് ഇനി ഡെക്സോലാക്കി നെസ്റ്റോയും കൊടുക്കണ്ട, അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, വേണ്ട, സക്രിഷൻ വരാതിരിക്കാൻ. കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോഴായിരുന്നോ പോയി മിൽമാപ്പാൽ കൊടുക്കാനുള്ള പ്രതികരണം ഉണ്ടായത്? 17-ാം തീയതി കഴിഞ്ഞ മാസം, ഈ മാസം 21-ാം തീയതി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് രേഖാമൂലം പരാതിയായി എഴുതിക്കൊണ്ട് ചെന്നു. എനിക്ക് നിവൃത്തിയില്ല, എന്നെ സഹായിക്കണം, എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് എനിക്ക് ഈ മരുന്നുകളും ഈ പൊടിയും അനുവദിച്ചു തരണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി വികസന സമിതിയിലെങ്കിലും അനുവദിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളി ചിരിച്ചുകൊണ്ട്, PRO ഉണ്ട്, ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അനീഷേ ഇതൊന്നും സർക്കാർ സംവിധാനത്തിൽ ഉള്ളതല്ല, ഈ കുഞ്ഞിന് 8 മാസമായില്ലേ, ഇനി കുഞ്ഞിന് മിൽമാപ്പാൽ കൊടുത്താൽ മതി. ഞാൻ എന്റെ കുഞ്ഞിന് മിൽമാപ്പാലാ കൊടുത്തത്, അദ്ദേഹത്തിന്റെ കുഞ്ഞിന് മിൽമാപ്പാൽ കൊടുത്തോട്ടെ, അദ്ദേഹത്തിന്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജനിച്ചതാണ്. എന്റെ കുഞ്ഞ് ആശുപത്രിയുടെയും സർക്കാരിന്റെയും സ്കാനിങ് സെന്ററിന്റെയും സിസ്റ്റത്തിന്റെ എല്ലാം കുഴപ്പം കൊണ്ട് വൈകല്യമായിട്ട് ജനിച്ച കുഞ്ഞാണ്. നിരവധി വൈകല്യങ്ങളുണ്ട് എന്റെ കുഞ്ഞിന്. ഇതൊക്കെ ആരാണ് ഇതിനൊക്കെ സമാധാനം പറയേണ്ടത്? തീർച്ചയായും ഞങ്ങളിപ്പോൾ മന്ത്രി സജി ചെറിയാനെ ബന്ധപ്പെട്ടിരുന്നു. അനീഷിന്റെ ശ്രദ്ധയിലേക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്കിത് അദ്ദേഹത്തിന് ഇത് ഓർമ്മയില്ല, അത്തരമൊരു എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, താങ്കൾക്കിത് ഓർമ്മയില്ല എങ്കിൽ താങ്കൾ ഇത് ശ്രദ്ധിക്കണം, ന്യൂസ് 18 ഈ വാർത്ത ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹത്തോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരു കുടുംബത്തിന്റെ, ഒരു സാധാരണ കുടുംബത്തിന്റെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ആരോഗ്യത്തിന്റെ കാര്യമാണ്, ആ കുടുംബത്തിന്റെ കാര്യമാണ്. മന്ത്രി ഇത് കാണണം, ഈ വാർത്ത ഉടൻ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തണം. അദ്ദേഹം ഉടൻ തന്നെ ഇതിനൊരു നടപടി എടുക്കുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അനീഷ് തുടരാം. കരുതലും കൈത്താങ്ങും ആ പദ്ധതിയിൽ ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. ആ പരിപാടിയിലാണ് എന്റെ വൈഫും എന്റെ കുഞ്ഞും കൂടെ പോയത്. അപ്പോഴത്തേക്കാണ് അവിടുത്തെ ഇതിൽ സജി ചെറിയാൻ മന്ത്രി അവர்கள் നിരവധി, അതായത് ജനുവരി 5-ാം തീയതിയിലെ നിരവധി പത്രങ്ങളിൽ വാർത്തയായിട്ടുണ്ടായിരുന്നു. അത് നിരവധി വൈകല്യങ്ങളോടുകൂടി ജനിച്ച കുഞ്ഞിനെ സജി ചെറിയാൻ അവர்கள் ചികിത്സ ഉറപ്പാക്കി, സൗജന്യ ചികിത്സ ഉറപ്പാക്കി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ മനോരമയിലും മാതൃഭൂമിയിലും മറ്റുള്ള എല്ലാ ദിനപത്രങ്ങളിലും ഉണ്ടായിരുന്നു. സാറ് മറന്നുപോയതായിരിക്കാം. അനീഷ് ഒരു ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ഈ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മറ്റെന്തെങ്കിലും വരുമാനമുണ്ടോ അനീഷിന്? മാഡം, ഞാൻ ടാക്സി ഡ്രൈവറാണ്, ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറാണ്. ഈ ടാക്സി ഡ്രൈവറുടെ ഉപജീവന മാർഗമാക്കാൻ വേണ്ടി ഞാൻ ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയോളം ഞാൻ ടാക്സി ഡ്രൈവർ ആകാനും എന്റെ വീട് വെക്കാനും വേണ്ടി ഞാൻ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഞാൻ എന്റെ വീടും കാറും ഒക്കെ എടുത്ത് ഉപജീവന മാർഗമായിട്ട് നിൽക്കുന്നത്. ഈ ഉപജീവന മാർഗമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 8 ദിവസം, 10 ദിവസം, 15 ദിവസം അങ്ങനെ ഗസ്റ്റ് ടൂർ പാക്കേജ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഗസ്റ്റുകളെയും കൊണ്ട് ഞാൻ ആലപ്പുഴ, മൂന്നാർ, തേക്കടി അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് അവരെ തിരിച്ച് കൊച്ചി എയർപോർട്ടിലാക്കിയിട്ട് വരുന്ന ജോലിയാണ് എനിക്ക്. ഈ കുഞ്ഞ് ജനിച്ചത്, ഈ കുഞ്ഞിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. 17,000 രൂപയാണ് എനിക്ക് ഒരു മാസം വണ്ടിക്ക് CC അളവുള്ളത്. എന്റെ ടാക്സി ഉപജീവന മാർഗം ടാക്സി ഡ്രൈവർമാരാക്കിയ നല്ല നല്ല സുഹൃത്തുക്കളാണ് എന്നെ ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിലൂടെയാണ് ഞാൻ എന്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അവരും ഈ പറഞ്ഞ കണക്ക് അവരൊരു കുടുംബം നോക്കുന്നതാണ്. ഇപ്പൊ എറണാകുളം ബേസ് ചെയ്ത് ഒരുപാട് പേരുണ്ട്, ആലപ്പുഴ ബേസ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ എത്ര രൂപ ഒരു ദിവസത്തെ വേതനം എന്നുള്ളത് ആ വേതനത്തിൽ നിന്ന് ഒരു ഓഹരി എനിക്ക് തന്നുകൊണ്ടാണ് അവരെന്നെ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരനായ ഒരാള് മറ്റൊരാളുടെ കുടുംബം കൂടെ നോക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി.
നോക്കിക്കേ, ഈ സർക്കാർ സംവിധാനത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആലപ്പുഴയ്ക്ക് ഒരു MLA ഉണ്ടല്ലോ, ആലപ്പുഴ ഒരു കളക്ടർ ഉണ്ടല്ലോ. ഈ കളക്ടർക്ക് ഞാൻ അപേക്ഷ വെച്ചു, സാർ എന്റെ അവസ്ഥ വളരെ മോശമാണ്, എനിക്ക് ധനസഹായം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ കളക്ടർ ഇതുവരെ അതിനെക്കുറിച്ച് ഒരു മറുപടി, ഒരു കത്ത് പോലും എനിക്ക് വന്നിട്ടില്ല ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്ന്. എന്റെ വീടുമായിട്ട് 1.5 കിലോമീറ്ററേ ഉള്ളൂ ആലപ്പുഴ കളക്ടറേറ്റ്. ഈ ആലപ്പുഴയിലെ H. സലാം MLA എന്റെ ഈ പരാതി സ്വീകരിച്ചു. ഞാൻ CM പോർട്ടലിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പരാതിയുടെ അടിസ്ഥാനത്തില് ഞാൻ അതിന്റെ ടോക്കൺ നമ്പർ H. സലാം അവർക്ക് കൊടുത്തു. അദ്ദേഹം എന്തായി എന്നൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോകത്തുള്ളൂ. ഞാനും എന്റെ കുടുംബവും എന്ത് ചെയ്യണം? അനീഷ്, എന്തെങ്കിലും ഒരു സഹായം അനീഷിന് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? സഹായമില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ അവസരത്തിൽ ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, KC വേണുഗോപാൽ MP എന്റെ കുഞ്ഞിന്റെ എല്ലാ കാര്യത്തിനും, ഞാനത് ഒരു രാഷ്ട്രീയവൽക്കരിച്ച് പറയുകയല്ല, അദ്ദേഹം മാത്രമാണ് എനിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് സഹായം ചെയ്തിരിക്കുന്നത്. എന്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ആക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ആക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വേണം, ഓക്സിജൻ സിലിണ്ടർ വേണം, സക്രിഷൻ മിഷൻ വേണം, ഇതിനൊന്നും കറണ്ട് പോകാൻ പാടില്ല. അങ്ങനെ ഞാൻ KC സാറിന്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് ഇൻവെർട്ടർ സംവിധാനം ചെന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞിട്ട് പോലും ആ ഓഫീസിലുള്ള സ്റ്റാഫുകൾ എനിക്കത് പറഞ്ഞ് 24 മണിക്കൂറിനകത്ത് അവരത് ചെയ്തു തന്നു. അല്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷികളുടെയോ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ യാതൊരുവിധ സഹായവും എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ KC വേണുഗോപാൽ MPയുടെയും KC ഗോപാലിന്റെയും പിന്നെ എന്റെ സുഹൃത്തുക്കളുടെയും സഹായം അല്ലാതെ ഒരു സഹായവും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ള യാതൊരുവിധ സഹായവും ഞാൻ സ്വീകരിച്ചിട്ടില്ല. എനിക്ക് ഉണ്ടായിട്ടുമില്ല. ഞാൻ എന്റെ കുഞ്ഞിന്റെ ചികിത്സയും തുടർ ചികിത്സയും അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ ആരോഗ്യ വകുപ്പിൽ നിന്നുണ്ടായ അനാസ്ഥയല്ലേ മേഡം? ഈ അനാസ്ഥയ്ക്ക് കാരണക്കാരായവര് എന്തിനാണ് ഇനിയും സർക്കാർ എത്ര കേസ് ആലപ്പുഴ DYSPക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി. അതെ, ഞാനും ചോദിക്കണമെന്ന് അതാണ്. അന്വേഷണം അത് എവിടെ എത്തിയെന്നാണ് അനീഷിന് അറിയാൻ സാധിച്ചത്? എന്തെങ്കിലും അപ്ഡേഷൻ അറിയാം? അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ DMOയും പിന്നെ പോലീസും ഈ ഇതിൽപ്പെട്ട ഡോക്ടർമാരും എല്ലാവരും കൂടെ DMO ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ എന്തോ ഒരു ബോർഡ് കൂടുന്നുണ്ടെന്നാണ് DYSPയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞത്. ആലപ്പുഴ DYSPക്കും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും 5ഓളം കേസുകൾ ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് വലത് കൈ ചലനശേഷി നഷ്ടപ്പെട്ടത്, ഇടത് കൈ ചലനശേഷി നഷ്ടപ്പെട്ടത്, 2 കൈയും ചലനശേഷി നഷ്ടപ്പെട്ടത്, പിന്നെ കുഞ്ഞ് മരിച്ചത്, മാതാവ് മരിച്ചത്, ഈ WMC ആശുപത്രിയാണ് ഇതിന്റെ എല്ലാം സ്കാനിങ് സെന്ററുകൾ ഈ മിഡാസും ശങ്കേഴ്സാണ്. ഈ മിഡാസും ശങ്കേഴ്സും എന്തുകൊണ്ടാണ് 2 വർഷത്തെ റെക്കോർഡിക്കൽ മാറ്റിയത്? ഈ 2 വർഷത്തെ റെക്കോർഡിക്കൽ മാറ്റിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് വേറെ ഒന്നും ഒരു നിയമ ഇതും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ നിയമങ്ങളെല്ലാം അവര് 2 വർഷത്തെ ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിന്റെ ആ സിസ്റ്റത്തിൽ നിന്ന് അതെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ 2 വർഷത്തെ റെക്കോർഡ് മാറ്റിയതിന്റെ പേരിലാണ് ലാബുകൾ കൂട്ടിയിരിക്കുന്നത്. ലാബിലുള്ളവര് ലാബുകാരെല്ലാം കോടീശ്വരന്മാരാണ്. അവര് വേറെ പേരിൽ ലാബ് തുടങ്ങിയിരിക്കുന്നത്. സാധാരണക്കാരനായ ആൾക്കാർ വീണ്ടും ആ ലാബ് തന്നെ ആണ് പോയി പോകുന്നത്. ഒരു ലാബിൽ CCTV ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഒരു ലാബിൽ 2-3 വർഷത്തെ ഒരു ലാബ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ലാബിൽ 3 വർഷത്തെ റെക്കോർഡുകൾ സൂക്ഷിച്ചിരിക്കണമെന്ന് നിയമമാണ്. ഈ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ആലപ്പുഴ DMO കൂടെ കൂട്ടുനിന്നുകൊണ്ടല്ലേ ഈ ലാബുകൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ എത്ര ലാബിലുണ്ട് CCTV സിസ്റ്റം? എത്ര ലാബിലുണ്ട് ആലപ്പുഴയിൽ? ഈ ഡോക്ടർമാര് കറക്റ്റ് ഈ റേഡിയോളജി ഡോക്ടർ തന്നെ ആണോ അവിടെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ 7 സ്കാൻ ചെയ്തിട്ടും ഈ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ക്യാരി ടൈപ്പ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് നേരിട്ടിരിക്കുന്നത്. അനീഷിന്റെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകും. ഒരു ഉറപ്പ് ഞാൻ തരാം, ന്യൂസ് 18 എന്തായാലും അനീഷിനൊപ്പം ഉണ്ടാകും. കൃത്യമായി ഈ വാർത്ത ഞങ്ങൾ ഈ 2 മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തും. അവർ ഈ വാർത്ത കാണും. അതിന് ഉടൻ തന്നെ അനീഷിനൊരു നടപടി ഉണ്ടാകും. അനീഷിന്റെ കുഞ്ഞിന് ഉടൻ സൗജന്യ ചികിത്സ ഉറപ്പാകുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ തരുകയാണ്. അക്കാര്യത്തിൽ അനീഷ് ധൈര്യമായിരിക്കും. എന്തായാലും ന്യൂസ് 18 ഉണ്ട്. വളരെ നന്ദി അനീഷ് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. എന്തായാലും പിഞ്ചു കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് എന്താണ് സർക്കാരിനൊരു വൈമുഖ്യം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. നിരാലംബരായ കുടുംബത്തിന് ഒപ്പം നിർത്താൻ എന്താണ് ഈ മന്ത്രിമാർക്ക് സാധിക്കാത്തത്? 1 അല്ല 2 മന്ത്രിമാരാണ് ഉറപ്പ് നൽകിയതെന്ന് ഓർക്കണം. മന്ത്രി സജി ചെറിയാനെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നാണ്. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, നമ്മളിപ്പോൾ ബന്ധപ്പെട്ടിരുന്നു മന്ത്രി സജി ചെറിയാൻ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നാണ്. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം ഈ ഒരു കുടുംബമുണ്ട്, ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് പൂർണ്ണ അംഗവൈകല്യമുണ്ട്, ആലപ്പുഴയിലാണ് സംഭവമെന്ന് നമ്മൾ വീണ്ടും മന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം ഇത് ഓർക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ?
ഭവ്യ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ അനീഷിന്റെ കാര്യം മന്ത്രിമാർ ഓർക്കുന്നില്ല എന്ന് പറയുന്നത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് പറയാനാകില്ല. കാരണം ഈ സംഭവം വലിയ വിവാദമായതാണ്. ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് ഉള്ള മന്ത്രിയാണ് സജി ചെറിയാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ കുടുംബത്തിന്റെ വിഷയം വന്നിട്ടുണ്ട്. കാരണം രാഷ്ട്രീയമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇടവരികയും നമ്മൾ തന്നെ നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ തന്നെ ഈ 5ഓളം കുട്ടികളുടെ നാല് കുട്ടികളുടെ കേസ് പോലീസ് എടുത്ത കേസുകൾ തന്നെ നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഈ കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങൾ, കുട്ടികളുടെ കൈകൾക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തെങ്കിലും ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ തന്നെ സിസ്റ്റം കുറ്റക്കാരെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് നമ്മൾ അനീഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അനീഷിന്റെ ദുരവസ്ഥ കണ്ടിട്ട് ആലപ്പുഴ DMOയെ സമീപിച്ചിരുന്നു. അപ്പോഴും DMO ഈ പറഞ്ഞ പോലെ അനീഷിന്റെ കാര്യത്തിൽ വലിയ സഹതാപം പറയുന്നുണ്ട്, ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അത്തരത്തിൽ ഇപ്പോൾ അനീഷിനെ പോലത്തെ ഒരു സാധാരണക്കാരൻ എത്ര തവണ മന്ത്രിയുടെ മുന്നിൽ ചെല്ലും, അല്ലെങ്കിൽ എത്ര തവണ DMO അവർക്ക് ആക്സസ് ആകും? നമ്മൾ പോലും എത്തിയാൽ പലപ്പോഴും കാണാൻ കഴിയാറില്ല. എങ്കിൽ പോലും നമ്മളായതുകൊണ്ട് പിന്നെയും അവർ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഇവർക്ക് സാധാരണക്കാർക്ക് ഇവരെയൊക്കെ എത്രമാത്രം ആക്സസ് ആവാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ജീവിതത്തിന് മറ്റൊരു തുടരുക. PP ചിത്തരഞ്ജൻ MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. MLA, ആലപ്പുഴയിലെ ഈ ഒരു സംഭവം MLA അറിഞ്ഞിട്ടുണ്ടാകും. പൂർണ്ണ അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞിന്റെ കാര്യമാണ് ഒരു മന്ത്രിയല്ല 2 മന്ത്രിമാർ ഉറപ്പ് നൽകിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി സജി ചെറിയാനും ഉറപ്പ് നൽകിയതാണ് ഈ കുഞ്ഞിന് സൗജന്യ ചികിത്സ. പക്ഷേ ആ സൗജന്യ ചികിത്സ എവിടെയെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് MLAക്ക് പറയാനുള്ളത്? അത് ഈ കേസ് എനിക്ക് എന്റെ ശ്രദ്ധയിലുള്ളതാണ്. പിന്നെ അവര് അദാലത്തിൽ വന്നിരുന്നു. അദാലത്തിനകത്ത് വന്നിരുന്ന പരമാവധി കാര്യങ്ങൾ പരിഹരിക്കാൻ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ നേതൃത്വം കൊടുത്തു. അതിൽ ഏറ്റവും നന്നായി ഈ 2 മന്ത്രിമാരും ജനങ്ങളുടെ പ്രശ്നങ്ങളാകെ കേട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് നടപ്പിലാകാതെ വന്നത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് തെറ്റ് ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അടിയന്തരമായിട്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടിട്ട് അതിന് ആവശ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുന്നതിന് തീർച്ചയായിട്ടും ഇത് MLA ഈ ലാബിനെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ ലാബിനെതിരെ കേസെടുത്തിട്ടില്ല. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. അതൊന്നും നടന്നിട്ടില്ല. കുഞ്ഞിന് സൗജന്യ ചികിത്സ പോലും ലഭിച്ചില്ല. കുഞ്ഞിന്റെ കുടുംബത്തിന്റെ ദുരവസ്ഥ ഞങ്ങളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു. ആ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ ഇപ്പോൾ ന്യൂസ് 18നുമായി ചേർന്ന് ആ വീടിന്റെ ഒരു ദുരവസ്ഥ ഞങ്ങളോട് പങ്കുവെച്ചത് ഏറെ ദയനീയമാണ്. ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാവണം. MLA, എന്താണ്? അല്ല, എന്റെ ശ്രദ്ധയിൽ ഇപ്പോ അന്ന് വന്ന സാഹചര്യത്തില് അവര് അവിടെ വന്നു അദാലത്തിലൊക്കെ വന്നു കാര്യം ഞങ്ങളെല്ലാം വേണ്ട സഹായങ്ങൾ അന്ന് ചെയ്തു കൊടുത്തവരാണ്. അവരെ പിന്നെ അപേക്ഷ ഒപ്പിക്കാനും അതോടൊപ്പം തന്നെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ നീങ്ങിയതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു സ്ഥിതിയാണ്, തീരുമാനമൊന്നും ആയിട്ടില്ല എന്ന നിലയിൽ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തിട്ടുള്ള ഉറപ്പ് ബഹുമാനപ്പെട്ട ആലപ്പുഴ MLA PPC സാറ് ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ പാലിയേറ്റീവ് കെയറിലുള്ളതാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ CM-ന് കൊടുത്ത പരാതി ഇൽമയുടെ അടിസ്ഥാനത്തില് അവിടുത്തെ പാലിയേറ്റീവ് അംഗമായിട്ടുള്ള ഒരു മാഡം സാറിനെ ഈ എന്റെ വിഷയം അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. സാറിന്റെ മുമ്പിലും ഞാൻ വേറൊരാൾ മുഖാന്തരം എന്റെ പരാതി എത്തിച്ചതാണ്. സാർ ഒരു ദിവസം തിരുവനന്തപുരത്തിന് പോകാനിരിക്കുമ്പോഴത്തേക്ക് എന്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് സാറിന് രേഖാമൂലമുള്ള പരാതി സാറിന്റെ കയ്യിൽ തന്നതാണ്. നാളിതുവരെ 8 മാസമായി സാറ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ആലപ്പുഴയിൽ കളക്ടറേറ്റിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഞാനാണ്. ആലപ്പുഴ കളക്ടർ എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്നൊരു വാക്ക് ചോദിച്ചിട്ടില്ല. എന്താണെന്നുള്ളത് പരിശോധിക്കുക. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അദ്ദേഹം പറയുന്ന പോലെയുള്ള ഒരു കാര്യം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ നാളെ തന്നെ ഇടപെടാം. അല്ലാതെ എനിക്ക് അതിനെ കുറിച്ച് പറയാനൊക്കെ ആലപ്പുഴ DMO ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്രണ്ട് ഇന്ന് ഞാൻ എന്നോട് പറഞ്ഞതാ കുഞ്ഞിന് മിൽമ പാല് മേടിച്ചു കൊടുക്കാൻ. ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങളുടെ PPC ചോദിക്കാൻ വരുമെന്ന്. ഞാൻ അതിനകത്ത് ഇടപെടാം. എന്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല. ഞങ്ങളെല്ലാം ഇതിപ്പോ ഞങ്ങൾക്കൊരു പരാതി തന്നാൽ അത് നിശ്ചയമായിട്ടും ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കൊടുക്കുകയും അതിന് തുടർ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ് ധരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. നിശ്ചയമായി ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അടിയന്തരമായി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കും എന്ന് മാത്രമാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ആ കുടുംബത്തിന്റെ വിഷമം, വേദന ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് കിട്ടാവുന്ന പരമാവധി സഹായങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ MLA ശ്രീ സലാമും ഞാനും ആ കാര്യത്തിൽ കൂട്ടായ ഒരു ഇടപെടൽ തന്നെ നടത്തും.
MLA ശ്രദ്ധയിൽ ഇത് വന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവർ താമസിക്കുന്നത് അപ്പുറത്തെ മണ്ഡലത്തിലാണെങ്കിലും ആ കാര്യത്തിലുള്ള വളരെ ശക്തമായിട്ട് അദ്ദേഹം ഇടപെടുന്ന MLA തന്നെയാണ്. ഞാനും എന്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥിതി, ഇങ്ങനെ ഒരു അവസ്ഥ ആ കുടുംബത്തിനുണ്ടായിട്ടുള്ളത് MLA കുഞ്ഞിന്റെ അച്ഛൻ അനീഷ് തന്നെയാണ് ഇപ്പോൾ MLAയോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഇടപെടാം. ശരി, വളരെ നന്ദി ശ്രീ PP ചിത്തരഞ്ജൻ MLA. ഉടൻ തന്നെ നടപടി ഉണ്ടാകും, ഇടപെടും. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അനീഷ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അനീഷ് ഉടൻ നടപടി ഉണ്ടാകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. MLA ഇടപെട്ടു. നാളെ തന്നെ അതിനുള്ളൊരു നടപടി നീക്കുപോക്ക് ചെയ്യുമെന്നാണ് MLA ഇപ്പോൾ ന്യൂസ് 18 ഉറപ്പ് നൽകിയത്. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, നമ്മളിപ്പോൾ PP ചിത്തരഞ്ജൻ MLAയോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും ഈ വിഷയം പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നാണ്. എല്ലാവരെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണല്ലേ? യെസ്, ശരണ്യയിലേക്ക് പോകുന്നതിന് മുൻപ് കുഞ്ഞിന്റെ അച്ഛൻ അനീഷ് കൂടി തുടരുന്നുണ്ട്. അനീഷിന് എന്താണ് ഇനി പറയാനുള്ളത്? ആലപ്പുഴ ജില്ലാ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോഴത്തേക്ക് ആലപ്പുഴയിലുള്ള ജില്ലാ മെഡിക്കൽ കോളേജിൽ നിന്ന് എന്റെ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും ചികിത്സയും തുടർ ചികിത്സയും ആനുകൂല്യങ്ങളും സൗജന്യമാക്കിയെന്നുള്ള ഒരു ഔദ്യോഗിക റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആശുപത്രിയിലേക്ക് തൂങ്ങി നിൽക്കേണ്ട ആവശ്യം വരത്തില്ല. ഇന്നലെ ഞാൻ 10 മണിക്ക് പോയിട്ട് 3:30 മണി വരെ ആശുപത്രിയിൽ ഓരോ മരുന്നിന് വേണ്ടി കയറി ഇറങ്ങി. അവിടെയുള്ള ഡോക്ടർ പറഞ്ഞു, അനീഷ് ഈ മരുന്ന് മാറ്റാൻ പറ്റില്ല, ഈ മരുന്ന് തന്നെ കുഞ്ഞിന് കൊടുക്കണം. കുഞ്ഞിന് സക്രിഷൻ ഉണ്ടായാൽ വീണ്ടും കുഞ്ഞ് ICUയിലേക്കും ന്യൂമോണിയയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഈ കൊടുത്തോണ്ടിരിക്കുന്ന മരുന്ന് നിർത്താൻ പറ്റില്ല. അത് അനീഷ് ഇപ്പം ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് അനീഷിന്റെ കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള മരുന്നുകൾ എഴുതി തരാനും മരുന്നുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. എനിക്ക് മരുന്ന് എഴുതി തരാം. ഇപ്പൊ അനീഷിന്റെ കുഞ്ഞിന്റെ ജീവനെയാണ് ഞാൻ സംരക്ഷിക്കുന്നത്. ആ ജീവൻ നോക്കാൻ വേണ്ടി അനീഷിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മരുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്നാണ് ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല ഡോക്ടറാണ്. ആലപ്പുഴ WNC ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ പിഴവിന് അവിടുന്ന് അവരെ രാവിലെ അങ്ങോട്ട് വണ്ടാനത്തോട്ട് കൊണ്ടുപോവുകയും വണ്ടാനത്ത് കുഞ്ഞ് ജനിക്കുകയും ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് 21-ാം തീയതി, അതായത് നവംബർ 21-ാം തീയതി എന്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ജനുവരി 17-ാം തീയതി വീണ്ടും ICUയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഈ ICUയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് P3-യിലെ ജോസ് സാറും രാജീവ് സാറുമാണ് ചീഫ്. അവർ രണ്ടുപേരും വളരെ നല്ല ഡോക്ടർമാര്. ആ ഡോക്ടർമാര് നല്ലതായതുകൊണ്ട് കാര്യമുണ്ടോ? ഡോക്ടർമാര് ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് അവിടെ ഡോക്ടർമാർ എഴുതുന്ന മരുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടർ എന്താ ചെയ്യേണ്ടത്? ഡോക്ടറുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചു തന്നിട്ടുണ്ട് പലപ്പോഴും ഈ മരുന്നുകൾ. ഡോക്ടർമാര് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മരുന്ന് മേടിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അനീഷെ ഞാൻ ഒരു മരുന്നിന് ഇവിടെ നിന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരുവനന്തപുരത്ത് പോയി തിരിച്ച് ആലപ്പുഴയിൽ വന്ന് ആ മരുന്നിന്റെ ഓർഡർ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് 6 മാസമെങ്കിലും ആകും. എന്തുവാണ് ആ സക്രിഷൻ ഉണ്ടാകുന്ന? ഒരു ന്യൂബോൺ കുഞ്ഞായി കഴിയുമ്പോഴത്തേക്ക് സക്രിഷൻ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂമോണിയ ഉണ്ടാവും. ന്യൂമോണിയ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് ICUയിൽ അഡ്മിറ്റ് ആകേണ്ട സാഹചര്യം വരും. ICUയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് മരണം വരെ സംഭവിക്കാം. അങ്ങനെ ന്യൂമോണിയ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് എന്നെ SITയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. തിരുവനന്തപുരം SIT പോയത് ന്യൂമോണിയ. അവിടുത്തെ ചീഫ് ഡോക്ടറായ ഹരിപ്രസാദ് സാർ പറഞ്ഞു, അനീഷെ നമുക്ക് കുഞ്ഞിനെ ട്രക്സോസ്റ്റമി ചെയ്യണം, കുഞ്ഞിന്റെ തൊണ്ട കിഴിക്കണം. ഞാൻ പറഞ്ഞു, സാറെ തൊണ്ട കിഴിക്കണ്ട, കാര്യം അവിടെയും ഇൻഫെക്ഷൻ ആകുകയാണ്. ഒരു കുഞ്ഞിന്റെ തൊണ്ട കിഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അത്രയും സംവിധാനങ്ങൾ ഇല്ല. ആ കുഞ്ഞിനെ ചികിത്സിച്ച് ആ കുഞ്ഞിന്റെ തൊണ്ട കിഴിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഇൻഫെക്റ്റഡ് ആകാതെ കണ്ട് കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അവിടുത്തെ ICUയിലും ഞാൻ കണ്ടില്ല. ഞാൻ ലാസ്റ്റ് എഴുതി കൊടുത്തു, എന്റെ കുഞ്ഞിനെ ട്രക്യൂസ്റ്റമി ചെയ്യേണ്ട, കാര്യം ട്രക്യൂസ്റ്റമി ചെയ്ത കുഞ്ഞുങ്ങളെല്ലാം അവിടെ മരിച്ചോണ്ടിരിക്കുകയാണ്. ഒരു മാസം ആ 79 ദിവസം കൊണ്ട് ഞാൻ അവിടെ കണ്ട കുഞ്ഞുങ്ങൾ, എത്ര കുഞ്ഞുങ്ങളാ മരിച്ചതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം മരവിച്ചു. ആലപ്പുഴയിലേക്ക് എങ്ങനെയും ജീവനോടുകൂടി തിരിച്ചു വന്നാൽ മതിയെന്ന. എന്റെ കുഞ്ഞ് 2 ദിവസം എന്ന് പറഞ്ഞ കുഞ്ഞാ. അതായത് നവംബർ 8 എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച പുലർന്ന് തിങ്കളാഴ്ച വരെ മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ കുഞ്ഞ് 8-ാം മാസം കഴിഞ്ഞ് 9-ാം മാസത്തിലേക്ക് പോകുന്നു. ഈ 9 മാസമായിട്ട് അവൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല. ഡെക്സോലാക്ക് എന്ന് പറഞ്ഞ പൊടിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ആ ഡെക്സോലാക്ക് എന്ന് പറഞ്ഞ പൊടി അവന്റെ ജീവനാംശമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് അനീഷിന്റെ വേദന പൂർണ്ണമായി മനസ്സിലാകും. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞങ്ങൾ അനീഷിനൊപ്പമുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ട അധികാരികളെ ഈ വാർത്ത അറിയിക്കുന്നത്. അവർ ഉടൻ തന്നെ ഇതിനുള്ളൊരു നടപടി എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വളരെ നന്ദി അനീഷ് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. എന്തായാലും മന്ത്രിമാർ
മന്ത്രിമാരുടെ വാക്ക് വിശ്വസിച്ച് കബളിപ്പിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ലാബിനെതിരെ എന്ത് നടപടിയെടുത്തു എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഒരു മറുപടി ഇവർക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഇവർക്കെതിരെ ഒന്നും ഒരു ചെറുവിരൽ അനക്കിയില്ല ഈ സിസ്റ്റം എന്നത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, പി ചിത്രരഞ്ജൻ MLA നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല, ഉടൻ തന്നെ നടപടിയെടുക്കുമെന്ന്. മന്ത്രി സജി ചെറിയാൻ പറയുന്നു അദ്ദേഹം ഓർത്തിട്ടില്ല എന്ന്. എന്തായാലും ഓർമ്മിക്കാത്ത മന്ത്രിമാരെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്, ന്യൂസ് 18 സാധാരണക്കാർക്കൊപ്പം എന്നും നിൽക്കുന്ന നമുക്ക് ആ ഉത്തരവാദിത്തം അത് നിറവേറ്റുക തന്നെ ചെയ്യും എന്താ അല്ലേ? ആലപ്പുഴയിൽ ഗർഭകാല രോഗനിർണയത്തിലെ പിഴവ് മൂലം പൂർണ്ണ അംഗവൈകല്യത്തോടെ ജനിച്ച കുട്ടിയുടെ ചികിത്സയിൽ കുടുംബത്തെ കൈയൊഴിഞ്ഞ് ആരോഗ്യവകുപ്പ്. സൗജന്യ ചികിത്സ ഉറപ്പു പറയുമ്പോഴും ആഴ്ചകൾ തോറും ആയിരക്കണക്കിന് രൂപയുടെ മരുന്നാണ് ഡ്രൈവിംഗ് തൊഴിലാളിയായ അനീഷിന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്. ആ കുടുംബത്തിന്റെ വലിയ ദയനീയ അവസ്ഥയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടേയിരുന്നത്. ആ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാണ് ന്യൂസ് 18 ചേർന്ന് അവരുടെ ദുരിതം നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞത്. ഇനി അറിയേണ്ടത് കണ്ണു തുറക്കുമോ ആരോഗ്യവകുപ്പ് എന്നാണ്. പറഞ്ഞ വാക്ക് അത് പാലിക്കുമോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എന്നാണ്. എന്തായാലും അവർ നൽകിയ ഉറപ്പുകൾ അത് എപ്പോഴത്തെയും പോലെ പാഴ്വാക്കുകളാവാതെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ സിസ്റ്റത്തിനുണ്ട്. അത് പാലിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ കുടുംബത്തിനൊപ്പം ന്യൂസ് 18 ഉണ്ട് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഉടൻ തന്നെ മന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹം മറന്നുപോയതാണ്, അത് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. അത് ഉടൻ തന്നെ ആ കുഞ്ഞിന്റെ കുടുംബത്തിന് ഒപ്പമുണ്ടാകും. ആ കുഞ്ഞിന് സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പി ചിത്രരഞ്ജൻ MLA അടക്കം നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞു. അദ്ദേഹവും നാളെ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കുമെന്ന് ഉറപ്പ് നമുക്ക് ന്യൂസ് 18 നൽകിയിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്തായാലും മന്ത്രിയും MLAയും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, അവരെ കൈവിടില്ല, ചേർത്ത് നിർത്തുമെന്ന്. അതിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഭവ്യ, പല ഘട്ടങ്ങളിലായ കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പല ഉറപ്പുകളും ലഭ്യമായിട്ടുള്ളതാണ്. ഇതിനകത്ത് ആ രക്ഷകർത്താക്കൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് മാർച്ച് മാസം 25-ാം തീയതി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് വേണ്ടി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സർക്കാരിന്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു റിപ്പോർട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് കുടുംബത്തിന് കൈമാറിയ ആ റിപ്പോർട്ട് പ്രകാരം വ്യക്തമാക്കുന്നത് ഈ അനീഷിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ചികിത്സിച്ച ഡോക്ടർമാർക്കും ഈ റേഡിയോളജിസ്റ്റുകളും, അതായത് ലാബുകളിലെ റേഡിയോളജിസ്റ്റുകൾക്കും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിന് മേൽ എന്ത് നടപടിയാണ് ഇതുവരെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്? കുട്ടിയുടെ ചികിത്സയോടൊപ്പം തന്നെ അവർക്ക് നീതി കിട്ടേണ്ട ഒരു കാര്യമാണ്. ഈ സംഭവത്തിൽ കുറ്റക്കാര് ഉണ്ടായി എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ലാബുകൾ അടയ്ക്കാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും സാധാരണ യുക്തിക്ക് ചേരാത്തത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ലാബുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ 2 വർഷത്തെ, അതായത് ഈ അനീഷിന്റെ ഭാര്യയെ ടെസ്റ്റുകൾ നടത്തിയ ഘട്ടത്തിലുള്ള 2 വർഷത്തെ റെക്കോർഡുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള മറുപടിയാണ് ഇവര് നൽകിയത്, ഈ ലാബുകാർ നൽകിയത്. 2, ഈ ഏത് റേഡിയോളജിസ്റ്റുകളാണ് ഇവരെ സ്കാൻ ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള രേഖകൾ ഈ ലാബ് നൽകിയിട്ടില്ല. അപ്പോൾ ഈ 2 ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത് വനിതാ ആശുപത്രിയിലെ 2 ഡോക്ടർമാർ, ഒപ്പം തന്നെ റേഡിയോളജിസ്റ്റുകൾ, ലാബിനെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. റേഡിയോളജിസ്റ്റുകൾക്ക് പിഴവ് വന്നു. ഏത് റേഡിയോളജിസ്റ്റുകൾക്കാണ് പിഴവ് വന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യമാണ്. ഇത് ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ പോലീസോ പറയണം. ഇതാരാണ്, ഏത് റേഡിയോളജിസ്റ്റുകളാണ് അനീഷിന്റെ ഭാര്യയെ ഈ ഒരു ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിട്ടും അത് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ആ ഗർഭകാലത്തെ രോഗനിർണയത്തിൽ ഇടപെട്ടത് എന്നുള്ളത് വ്യക്തമാക്കണം. അപ്പോൾ ഇതെല്ലാം പുകമറയായാണ് ഈ കേസിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അനീഷിന് ഇപ്പോൾ കുട്ടിയുടെ ജീവൻ നിലനിർത്താനും അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി ഓടുന്നതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ഒരു സ്വാഭാവികമായൊരു നീതി എന്നുള്ള രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടെങ്കിലും ഒരു നടപടി സ്വീകരിക്കാനായി തയ്യാറാവണം. കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴ DMOയെ കണ്ടപ്പോൾ DMO വിവരിച്ച ചില കാര്യങ്ങളുണ്ട്. അവർ പറയുന്നത് കുറ്റക്കാരാണ് എന്ന് ഈ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് ആരോഗ്യവകുപ്പ്
അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഇവിടെ വന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് വെച്ചത്. ആ റിപ്പോർട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏത് കാര്യമാണ് നമ്മൾ ഇതിൽ വിശ്വാസത്തിൽ എടുക്കേണ്ടതെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഒരു റിപ്പോർട്ട് കുറ്റക്കാരാണെന്ന് നൽകുന്ന സർക്കാർ റിപ്പോർട്ട് കുടുംബത്തിന്റെ കയ്യിലിരിക്കുന്നു. DMO പറയുന്നത് ഇപ്പോഴും പ്രോട്ടോകോൾ അതിനകത്ത് പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവരെ സാധൂകരിച്ചുകൊണ്ടുള്ള ഈ സംഭവങ്ങളെ സാധൂകരിച്ചുകൊണ്ടുള്ള മറുപടി അവരുടെ ഭാഗത്തു നിന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്താണ്? ഈ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഇടപഴകി നിൽക്കുന്ന ആളാണ് ആലപ്പുഴ DMO. ഡോക്ടർ എന്തുകൊണ്ട് അതിനകത്ത് ഒരു കൃത്യത വരുത്താനോ മാധ്യമങ്ങളോട് ഡയറക്റ്റ് പ്രതികരിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞൊഴിഞ്ഞത് ഇതാണ്: മുകളിലത്തെ ഉദ്യോഗസ്ഥർ തന്റെ അണ്ടറിലല്ല, ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു അന്വേഷണമാണ്, അതുകൊണ്ട് തനിക്ക് പ്രതികരിക്കാൻ പരിമിതിയുണ്ടെന്നാണ്. പക്ഷേ അനീഷ് പറയുന്ന പ്രകാരം ജില്ലയിലെ മന്ത്രിയായ സജി ചെറിയാൻ അദാലത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് DMOയ്ക്കാണ് ഇതിന്റെ ചുമതല. അതായത് അനീഷിന്റെ കുടുംബത്തിന് ഈ കാര്യങ്ങൾ കൃത്യമായി, കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം DMOയ്ക്കാണ്. ഈ ഒരു അദാലത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ DMOയെ കാണുന്നത്. ആ ഘട്ടത്തിൽ പോലും തന്നെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെന്നോ, താൻ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണവും ഇവർക്കുണ്ടായിട്ടില്ല. അതായത് ഉദ്യോഗസ്ഥർ കൃത്യമായി ഈ കേസിനകത്ത് ഒളിച്ചു കളിക്കുകയാണ്. മാത്രമല്ല, ഈ കുട്ടികൾക്കുണ്ടായ സംഭവത്തിൽ 4ഓളം കേസുകൾ നവജാത ശിശുക്കളുടെ അംഗവൈകല്യവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ DYSP അന്വേഷിക്കുകയാണ്. ആലപ്പുഴ DYSP മധു ബാബു അന്വേഷിക്കുന്ന ഈ കേസിൽ ഈ റേഡിയോളജിസ്റ്റുകൾ ആരാണ് എന്നെങ്കിലും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസും ഇതിനകത്ത് മറുപടി പറയണം. പോലീസിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു മെഡിക്കൽ ബോർഡുണ്ട്. ആ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭ്യമായാൽ മാത്രമേ തങ്ങൾക്ക് തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. അനീഷിന് കുട്ടി ജനിച്ചിട്ട് 8 മാസമാകുന്നു. ഈ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് എന്താണ്? ഇത് വ്യക്തമാക്കാൻ ഒരു ഘട്ടത്തിൽ തയ്യാറാണില്ല. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചു ചേർന്ന് ഈ പാവപ്പെട്ട മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദുരിതം പേറുന്ന മനുഷ്യരെയാണ് ഭവ്യ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേർത്ത് പിടിക്കുന്നു, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് ആവർത്തിക്കുമ്പോൾ പോലും അവർക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല അല്ലെ ശരണ്യ? തീർച്ചയായിട്ടും ഇതൊരു തരം കബളിപ്പിക്കൽ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന പോലെ ഇവർക്ക് മന്ത്രിമാരെ പെട്ടെന്ന് ആക്സസ് ആവാനോ, മന്ത്രിമാരുടെ അടുത്തേക്ക് നിരന്തരം പോകേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ വിലയിരുത്തിയാൽ മതിയല്ലോ. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകർ ചെന്നിട്ട് മന്ത്രിയോടോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോടോ പ്രതികരണം തേടുന്ന പോലെ ഒരു സാധാരണക്കാരന് പ്രതികരണം തേടാനാകുമോ? അനീഷ് മാത്രമല്ലല്ലോ ഇതിനകത്ത് ഇരകളാക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർ. ബാക്കിയുള്ള 4 കുഞ്ഞുങ്ങൾ, അംഗവൈകല്യങ്ങളുള്ള 4 കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾ ഈ ആലപ്പുഴ DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ. എന്ത് നടപടി ഉണ്ടായി? ആ കുടുംബങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് വിശദീകരിക്കേണ്ട ഒരു ധാർമ്മികത ഇവർക്കില്ലേ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു മറുപടി ഇവർക്കാർക്കും നൽകിയിട്ടില്ല. അനീഷിനോട് തന്നെ നമുക്ക് ചോദിക്കാം, അനീഷിന് ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? ഇനിയും മെഡിക്കൽ ബോർഡ് കൂടണമെന്ന് മറുപടി കൊടുത്തു എന്നാണ് DYSP പറയുന്നത് എന്നുള്ളതാണ്. അവരൊക്കെ ഇത് ആ ഒരു ലാഘവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. ഈ റിപ്പോർട്ടിന്മേൽ എന്ത് തുടർ നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ആലപ്പുഴ DMOയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അനീഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ DMOയെ കണ്ടതാണ്. കണ്ട ഘട്ടത്തിലും അവർ പറയുന്നതാണ്. പിന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു എന്നുള്ള മറുപടി നമുക്കറിയാം. കരുതലും ഇതിനു മുമ്പ് JSSKയിൽ ഉൾപ്പെട്ട് 2 അമ്മമാർ കണ്ണീരോടുകൂടി നമ്മളുടെ മുന്നിൽ വന്ന് മരുന്ന് ആശുപത്രിയിൽ നിന്ന് സൗജന്യമായി ലഭിക്കേണ്ട മരുന്ന് തങ്ങൾക്ക് ലഭ്യമാകുന്നില്ലെന്ന് പറയുന്നു. ആ പെൺകുട്ടി പിന്നീട് എത്ര തവണ നമ്മളെ വിളിച്ചു എന്നറിയാവോ? അതായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ മുറിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ അമ്മ എത്ര തവണ അതിനുശേഷം നമ്മളെ വിളിച്ചു എന്നറിയാവോ? ഇതിനകത്തൊന്നും ഇവർക്കാർക്കും ഒരു നീതിയും കിട്ടുന്നില്ല, അവർക്കാർക്കും മരുന്നും കിട്ടുന്നില്ല. അന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞ ഡോക്ടർ ഹരി നമ്മളോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇവിടെ തന്നിട്ടുള്ള മരുന്നെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ മരുന്നുകളില്ല, ഉള്ളത് പാരസെറ്റമോളും ഇതുപോലെയുള്ള ചുമയുടെ സിറപ്പും ഒക്കെ അല്ല. അതിനപ്പുറത്തേക്ക് വിലയുള്ള ഒരു
മരുന്ന് പോലും 180 രൂപയുടെ മരുന്നാണ് ഇത്രയും ക്രിട്ടിക്കലായ കുട്ടിക്ക് സൗജന്യമായി മെഡിക്കൽ കോളേജിൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പരിശോധിക്കുമ്പോൾ തന്നെ ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഒന്നല്ല 2 മന്ത്രിമാരാണ്. മന്ത്രി സജി ചെറിയനും ആരോഗ്യമന്ത്രി വീണ ജോർജുമാണ്. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയൻ പറയുന്നു അദ്ദേഹത്തിന് ഓർമ്മയില്ല. അദ്ദേഹത്തെ ഞങ്ങൾ ന്യൂസ് 18 ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന അദാലത്തിലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ താങ്കൾ രേഖാമൂലം ആ കുടുംബത്തിന് ആ കുഞ്ഞിന് സൗജന്യ ചികിത്സ ഉറപ്പു നൽകിയത്. അത് അദ്ദേഹത്തെ വീണ്ടും 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 ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ആ കുടുംബത്തെ കാണണം. ഈ വാർത്തയൊന്ന് ദയവായി നിങ്ങൾ കേൾക്കണം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഒപ്പം ഞങ്ങളുടെ ഈ വാർത്ത പുറത്തുവിട്ട ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനും. പാലക്കാട് സർക്കാർ ഫാർമസിയിൽ ഡയാലിസിസ് ഫ്ലൂയിഡും ഉപകരണവും കിട്ടാതായതോടെ ദുരിതത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത പെരിട്ടോണിയൽ ഡയാലിസിസ് രോഗികൾ. ഫാർമസിയിലും കാരുണ്യ ഫാർമസിയിലും മരുന്നില്ലാതായിട്ട് ആഴ്ചകൾ കഴിഞ്ഞെന്ന് രോഗികൾ പറയുന്നു. സ്വകാര്യ ഫാർമസിയിൽ നിന്ന് ഉയർന്ന തുകയ്ക്ക് ഫ്ലൂയിഡും ഉപകരണങ്ങളും വാങ്ങേണ്ട അവസ്ഥയിലാണ് നിലവിൽ. നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന പല രോഗികളും ചികിത്സയ്ക്കായി ഉയർന്ന തുക കണ്ടെത്തേണ്ട സ്ഥിതിയിലുമാണ് ആ റിപ്പോർട്ടിലേക്ക്. ഡയാലിസിസ് രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെരിട്ടോണിയൽ ഡയാലിസിസ് രോഗികളുടെ ഈ ദുരവസ്ഥ. രോഗികൾക്ക് നൽകേണ്ട മരുന്നോ മറ്റ് അനുബന്ധ സാമഗ്രികളോ മാസങ്ങളായി പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ ലഭ്യമല്ല. മരുന്ന് ലഭ്യമല്ല, വന്നിട്ടില്ല എന്ന സ്ഥിരം മറുപടിയാണത്രേ ഇവർക്ക് കിട്ടുന്നത്. 2 ആഴ്ചക്കകം മരുന്ന് വരുമെന്ന് പറഞ്ഞിട്ട് 2 മാസമായെന്ന് രോഗികൾ പറയുന്നു. കുറേയായി മരുന്ന് കിട്ടാണ്ട്, ഒരു 1.5 മാസമായി മരുന്ന് കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. ഒരു ദിവസം 1500 രൂപ ചിലവേറുണ്ട്. ഞങ്ങൾ വാടക വീട്ടിലായിരിക്കും, 28 ദിവസം വാടക. എപ്പോഴാണ് മകളുടെ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്. മരുന്ന് ഒരാഴ്ച കിട്ടിയില്ല, ബുദ്ധിമുട്ടാണ്. ഒന്ന് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങണം. 3000, 3500 ഞങ്ങൾ 500 കൂലിക്കാരൊക്കെ 3000 കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്നിപ്പോൾ ഒരാഴ്ചയില്ല, മരുന്ന് നിർത്താനും പറ്റില്ല എന്നാണ് പറയുന്നത്. പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നിന് താങ്ങാനാവാത്ത വിലയാണ്. മറ്റ് ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്നത് പോലെ സർക്കാർ സൗജന്യമായി നൽകുന്ന മരുന്നും സൗകര്യങ്ങളുമാണ് പെരിട്ടോണിയൽ ഡയാലിസിസ് രോഗികൾക്ക് നിഷേധിക്കപ്പെടുന്നത്. വൃക്കകൾ തകരാറായവരിൽ മെഷീൻ സഹായത്തോടെ രക്തശുദ്ധീകരണം നടത്തുന്ന ഹീമോ ഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായി രോഗിയുടെ ശരീരത്തിനകത്ത് തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പെരിട്ടോണിയൽ ഡയാലിസിസ്. മിനി ക്യാപ്പ്, എംടി ബാഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഈ രോഗികൾക്ക് നൽകിയിരുന്നത്. ഇതാണ് ഇപ്പോൾ ആഴ്ചകളായി രോഗികൾക്ക് മുടങ്ങിയിരിക്കുന്നത്. എംപിയും MLAയും അടക്കമുള്ള ജനപ്രതിനിധികൾക്കും മെഡിക്കൽ സൂപ്രണ്ടിനുമടക്കം പരാതി നൽകിയെങ്കിലും നിരാശയാണ് ഫലം. വില താങ്ങാനാവാത്തതിനാൽ മരുന്നും അനുബന്ധ സാധനങ്ങളും തീർന്നിട്ടും രോഗികൾക്ക് വാങ്ങാനാവുന്നില്ല. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കയ്യിൽ പണമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പല രോഗികളും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. ന്യൂസ് 18 പാലക്കാട്. സാധാരണക്കാരായ രോഗികളുടെ ദുരവസ്ഥയുടെ മറ്റൊരു റിപ്പോർട്ട് കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഈ ഫാർമസിയുടെ പേരിൽ മാത്രം കാരുണ്യമുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനു മുൻ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായാൽ അവിടെ ഗവർണർ മുട്ടുമടക്കേണ്ട കാര്യമില്ലെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. ഭരണഘടനാപരമായി ഒരു പടി മുകളിലാണ് ഗവർണറെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഉപരാഷ്ട്രപതി പദവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താനുമായി യാതൊരു ആശയവിനിമയവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ജനാധിപത്യത്തിൽ ഗവർണർ എന്ന് പറയുന്നത് വലിയൊരു അഡ്മിനിസ്ട്രേഷൻ പദവിയാണ്, സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ വേഴ്സസ് സർക്കാർ അങ്ങനെ ഒരു സംഘടന ഉണ്ടാകുന്നത് ആശയപരമായിട്ടാണെങ്കിലും നിയമപരമായിട്ടാണ് ഉണ്ടാകുന്നത് എത്രത്തോളം ഉചിതമാണ്? ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും അത്തരം ഒരു സംഘർഷ അന്തരീക്ഷത്തെപ്പറ്റി മുൻകൂട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 3 ഘടകങ്ങൾ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ, ഇവ 3ഉം അതാതിൻ്റെ പന്താവിലൂടെ പോകും. ഒരിക്കലും അത് മറ്റൊന്നിലേക്ക് കടന്നുകയറ്റക്കാരനായി പോകില്ല എന്നുള്ളതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അന്തിമമായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അങ്ങനെ ലംഘിച്ചാൽ എന്ത് പരിഹാരം എന്ന് ചോദിച്ചാൽ പരിഹാരമില്ല. ആ സാഹചര്യത്തെ സധൈര്യം നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ മുട്ടുമടക്കി പോകാൻ വേണ്ട ഗതികേട് ഒരിക്കലും ഗവർണർ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആ അത്തരത്തിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് വശാംശം അറിയില്ല. ഉണ്ടെങ്കിൽ അത് കരണീയമായി സംഭവിച്ചതാണ്. ഗവർണർക്ക് തീർച്ചയായിട്ടും ഒരു സംസ്ഥാന സർക്കാരിനേക്കാൾ ഒരെഡ്ജ് മുമ്പിലാണ് ഗവർണറുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്കിനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. അതിൽ വാർത്തകൾ വിശദമായി ചർച്ച ചെയ്യും. TG സജിത്ത് ചേരും. നമസ്കാരം.